ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാണ്ട് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയും മാവൊന്നും അരച്ച് വച്ച് ബുദ്ധിമുട്ടാതെ ഒരു അടിപൊളി സോഫ്റ്റ് ദോശയുമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സൈറാസ്. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം പാൻ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. കുനുകുന അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഇങ്ങനെയൊക്കെ അരിഞ്ഞാൽ മതി. അരിഞ്ഞ് ആ സവോള ഇതിലേക്ക് ഇട്ടിട്ട് ഇത്തിരി ഉപ്പൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഇതിലേക്ക് നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, സവോള ചിലപ്പോൾ കരിയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ അതൊന്ന് വട്ടാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു തക്കാളി, ഞാനിപ്പോൾ തക്കാളി എടുത്തിട്ടുള്ളൂ. ആ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഈ തക്കാളി വേകുമ്പം അതിലെ വെള്ളമാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പം അതിലാണ് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വേവുന്നത്. അപ്പം നന്നായിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളിയും സവോളയൊക്കെ ഏകദേശം നന്നായിട്ട് അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അത് നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ച് ആ പേസ്റ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എണ്ണ ഇല്ലാത്തത് കൊണ്ട് ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ തക്കാളിയുടെ വെള്ളം ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ അത് വേവുന്നത്. നന്നായിട്ടിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഇതൊന്ന് നന്നായി വാടി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം, ഇത് നികത്തുന്ന രീതിയിൽ കുറച്ച് വെള്ളം, വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വേണം ഇളക്കാൻ, അല്ലെ വെള്ളം വേറിട്ട് നിൽക്കും. അപ്പം കുറച്ച് വെള്ളം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ മുളക് പൊടി ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ടത് എൻ്റെ എരിവിനനുസരിച്ചാണ്. നിങ്ങൾ ഇടുമ്പം എരിവ് വേണ്ട പോലെ അതനുസരിച്ചിടണം കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മുളക് പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇടുമ്പം എരിവ് കൂടി പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതനുസരിച്ച് വേണം കേട്ടോ ഇടാൻ. എന്നിട്ട് നന്നായിട്ട് ഈ നമ്മളിട്ട പൊടിയൊക്കെ കൂടെ അതിലേക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതായതിനു ശേഷം ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ആ മിക്സ്ചർ ഇതുപോലെ നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അപ്പം ഞാനിപ്പോൾ ആളുടെ കണക്കനുസരിച്ചാണ് 3 എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിന് മുട്ട എടുക്കുക. പിന്നീട് മുട്ട ശ്രദ്ധിക്കേണ്ടത് അത് ഒരു കാരണവശാലും അത് പൊട്ടിക്കാൻ പാടില്ല. നമ്മൾ ബുൾസയൊക്കെ ഒഴിക്കുന്നത് ഇങ്ങനെ ഒഴിച്ചു വെച്ചാൽ മാത്രം മതി. അത് പൊട്ടിക്കുകയോ ഇളക്കുകയോ ഒന്നും ചെയ്യരുത്. മുട്ട കുറച്ച് കഴിയുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. മുട്ട ഈ മിക്സ്ചറുമായിട്ട് വെന്ത് കഴിയുമ്പം ഇതുപോലെ ഇരിക്കും. നന്നായിട്ടതൊന്ന് വെന്ത് അതിൽ യോജിച്ച് വരും. നമ്മളിപ്പം മിക്സ് ചെയ്ത അരപ്പുമായിട്ട് നന്നായിട്ട് യോജിച്ചതാ ഇതുപോലെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഒന്ന് ഇതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ടൊന്ന് അടിച്ച് ആ തേങ്ങാപ്പാലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടിച്ച് അതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ തേങ്ങയും തേങ്ങാപ്പാലും നമ്മുടെ മുട്ടയും ആ മസാലയും ഒക്കെ കൂടെ ഇപ്പോൾ നന്നായിട്ടൊന്ന് യോജിക്കുന്ന പോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയില്ലാത്ത അടിപൊളി മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു കറിക്ക്
ഒട്ടും കോമ്പിനേഷൻ ഒരു നല്ലൊരു ദോശയാണ്. ആ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ദോശയിൽ ഞാൻ വലിയ എക്സ്പേർട്ട് അല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. പക്ഷെ പിന്നെയെന്ന് പറഞ്ഞാൽ മുട്ടക്കറി കൂട്ടി അധികം ആർക്കും ചോറിനാനൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കുന്ന മുട്ടക്കറി എന്ന് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെ ഇടിയപ്പം, പത്തിരി, ദോശ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാനായിട്ട് നല്ലൊരു, അതിപ്പം രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എൻ്റെ തട്ടുമുട്ടൻ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതുപോലെ ഒരു ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇടുക. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലാത്തതുണ്ടെങ്കിൽ നമ്മുടെ പത്തിരിപ്പൊടി ആണെങ്കിലും മതി. അതിലേക്ക് നല്ല ഫ്രഷ് തേങ്ങ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത തേങ്ങയും കൂടെ അതിലേക്ക് നിങ്ങൾ എടുത്ത അരിപ്പൊടിക്കനുസരിച്ച് തേങ്ങയും കൂടി ഇടുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് കുറച്ച് വെള്ളം, അതും ആവശ്യത്തിന്, ഓവറായിട്ട് അരഞ്ഞു പോകരുത്, ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ എൻ്റെ ദോശയുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. അതിനുശേഷം ഇതുപോലൊരു കല്ലടുപ്പേ വയ്ക്കുക, എണ്ണ തൂക്കുക, അതിലേക്ക് നമ്മൾ ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ ദോശയുടെ ഷേപ്പ് ഒന്നും ആരും നോക്കരുത് കേട്ടോ. അത് കഴിഞ്ഞ് ദോശ ഇങ്ങനെ ചുട്ടെടുക്കുക. ഇങ്ങനെ നമുക്ക് ബാക്കി ദോശയും കൂടെ പെട്ടെന്ന് ചുട്ടെടുക്കാം. ഇന്ത്യയുടെ ഭൂപടം പോലെ ഇരിക്കുന്നു എൻ്റെ ദോശ കാണാൻ. അപ്പോൾ ഇതാ എൻ്റെ നല്ല നൈസ് ദോശയും മുട്ടക്കറിയും ഒരു കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. നല്ല അടിപൊളിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴോ ലഞ്ചായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.